ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡുഗാർനെറ്റ്. എഡുഗാർനെറ്റിൻ്റെ കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഭാരത് രത്നയെക്കുറിച്ചാണ്. കഴിഞ്ഞ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നതും ഭാരത് രത്നയെക്കുറിച്ചാണ്. അതായത് കഴിഞ്ഞ സെഷൻ നമ്മൾ അവസാനിച്ചപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിൽ 2024 ഭാരതരത്നം കൊടുത്ത നമ്മളുടെ ബീഹാറിൻ്റെ മുൻ ചീഫ് മിനിസ്റ്ററായ കർപ്പൂരി ഠാക്കൂറിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വർഷം 5 പേർക്കാണ് രാജ്യം ഭാരതരത്നം നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് മറ്റ് 4 പേർ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഈ വർഷം ആദ്യമായി കൊടുക്കുന്നത് കർപ്പൂരി ഠാക്കൂറിനാണ് എന്നുള്ളത്. ബാക്കി 4 പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വ്യക്തിത്വങ്ങൾ ആരാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, നമ്മളുടെ ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിനാണ് ഇന്ത്യ ഭാരതരത്നം കൊടുത്ത 2ാമത്തെ വ്യക്തി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഭാരതരത്നം കിട്ടിയ മറ്റൊരു പ്രധാനമന്ത്രി കൂടി ഇന്ത്യക്കുണ്ട്. അത് നമ്മളുടെ ചൗധരി ചരൺ സിംഗ് ആണ്. ഇനി ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി, അതായത് ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രി ലാൽ കൃഷ്ണ അദ്വാനിക്കും രാജ്യം ഭാരതരത്നം കൊടുത്ത് ആദരിച്ചു എന്നുള്ള കാര്യം നോട്ട് ചെയ്തു വെക്കുക. ഇനി രാഷ്ട്രീയത്തിൽ നിന്നല്ലാതെ നമ്മളുടെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന നമ്മളുടെ സ്വാമിനാഥനും ഇത്തവണത്തെ രാജ്യം ഭാരതരത്നം കൊടുത്തു എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ മൊത്തം 5 പേർക്ക് 2024 രാജ്യം ഭാരതരത്നം കൊടുത്തു എന്ന് പറഞ്ഞു. ടോട്ടൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അല്ലെങ്കിൽ ഭാരതരത്നം ഏർപ്പാടാക്കിയതിന് ശേഷം മൊത്തം 53 പേർക്ക് രാജ്യം ഭാരതരത്നം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്വാഭാവികമായിട്ടും ഇത്രയും പേർക്ക് ഭാരതരത്നം കൊടുത്തത് കൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് കറണ്ട് അഫെയറിലെ ഒരു ഹോട്ട് ടോപ്പിക് ആയിരിക്കും ഭാരതരത്ന എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം എന്തൊക്കെയാണ് ഈ പാറ്റേണുകളിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്നുള്ളത്. 1954 ഈ ഭാരതരത്നം നമ്മൾ ഏർപ്പാടാക്കുന്നത്. ഇനി സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരതരത്ന എന്നുള്ളത്. സാധാരണഗതിയിൽ അവാർഡിൽ ഒരു ഫണ്ട് കൂടി നമ്മളുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ എത്ര രൂപയാണ് ഭാരതരത്നത്തിന് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക, അതിൻ്റെ ഉത്തരം നോ ആണ്, അല്ലെങ്കിൽ 0 ആണ്. അതായത് ദിസ് ഇസ് നോട്ട് എ മോണിറ്ററി ഫണ്ട്. അതായത് ഇതൊരു മോണിറ്ററി ആയിട്ടുള്ള ഒരു അവാർഡല്ല. 1 രൂപ പോലും ഭാരതരത്നം കിട്ടുന്ന ആൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ പിന്നെ ഈ ഭാരതരത്നത്തിൽ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യം നോക്കാം. ഈ ഭാരതരത്നത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതരത്നത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അരയാലിലയാണ്, അതായത് പേപ്പർ ലീഫാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഇതിൻ്റെ മെറ്റൽ എന്ന് പറയുന്നത് പ്ലാറ്റിനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത്. ഭാരതരത്നത്തിൻ്റെ ഫ്രണ്ടിൽ സൂര്യൻ്റെ ഒരു പടമുണ്ട്. അതിൽ ഭാരതരത്ന എന്ന് ദേവനാഗരി സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ദേവനാഗരി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദി ലാംഗ്വേജിനെയാണ് ഈ ദേവനാഗരി സ്ക്രിപ്റ്റ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ബാക്കിൽ ഇന്ത്യയുടെ നാഷണൽ എംബ്ലം ഉണ്ട്, സത്യമേവ ജയതേ എന്നുള്ള കാര്യവും എഴുതിയിട്ടുണ്ട്. നമ്മുടെ എക്സാമിനേഷൻ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളതാണ്, ഈ സത്യമേവ ജയതേ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. സത്യമേവ ജയതേ നമ്മൾ കടമെടുത്തിരിക്കുന്നത് മുണ്ടക ഉപനിഷത്തിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടനയിൽ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. സ്ഥിരമായി എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ് ഏത് ആർട്ടിക്കിളിലാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയാറുള്ളത് എന്നുള്ളത്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു, അവരുടെ നിയമസഭ ഇത് പാസ്സാക്കി എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പുഷ്കർ സിംഗ് ധമിയാണ്. ഉത്തരാഖണ്ഡിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ഗുർമീത് സിംഗ് ആണ് എന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റാണ് 2025 നടക്കാൻ പോകുന്ന ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ആസ്ട്രോനോട്ട്സിനെ സ്പേസിലേക്ക്
വിടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഗഗൻയാൻ മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുൻപായിട്ട് ഈ 2024 നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വിമൻ റോബോട്ട് ആസ്ട്രോനറ്റിനെ വിടാൻ തീരുമാനിച്ചു. ആ വിമൻ റോബോട്ട് ആസ്ട്രോനറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് വ്യോമമിത്രയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഇതൊരു സാൻസ്ക്രിറ്റ് പേരാണ് ഈ വ്യോമമിത്ര എന്ന് പറയുന്നത്. അതായത് വ്യോമ എന്ന സാൻസ്ക്രിറ്റിൽ പറയുന്നത് സ്പേസ് എന്നും മിത്ര എന്ന് പറയുന്നത് ഫ്രണ്ടാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ISROയുടെ ചെയർമാൻ S സോമനാഥാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ഒരു മലയാളി കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ബിസിനസ് വിമൻ ഓഫ് ദ ഇയർ 2023. ഇത്തവണത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ബിസിനസ് വിമൻ ഓഫ് ദ ഇയർ 2023 കിട്ടിയിരിക്കുന്നത് ഡോക്ടർ ബിന മോഡിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം മോഡി എൻ്റർപ്രൈസസിൻ്റെ ചെയർപേഴ്സൺ പദവിയിൽ അലങ്കരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ബിന മോഡി. ഈ അവാർഡ് നൽകിയിരിക്കുന്നത് നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയ രാജ്നാഥ് സിംഗ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. നമ്മളുടെ ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ബിനായ്ക്ക് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ ഇളയ ദളപതി എന്നറിയപ്പെടുന്ന സിനിമാ നടനാണ് വിജയ്. വിജയ് ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി അനൗൺസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇളയ ദളപതി വിജയ് അനൗൺസ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് എന്ന് പറയുന്നത് തമിഴക വെട്രി കഴകമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്തു വെക്കുക. നമുക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ തമിഴ്നാട് ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ ഘടകമാണ്. തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളുടെ ചെന്നൈയാണ്. തമിഴ്നാടിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് RN രവിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പോർട്സിൽ നിന്നുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOAയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മലയാളി കൂടിയായ PT ഉഷയാണ്. PT ഉഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ആദ്യത്തെ വനിത എന്നറിയപ്പെടുന്നതും നമ്മളുടെ PT ഉഷയാണ്. PT ഉഷയ്ക്ക് ഒരു അവാർഡ് ഡിക്ലെയർ ചെയ്തു. ഇവർക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നൽകിയിരിക്കുന്നത് നമ്മളുടെ സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SJFIയും ഡൽഹി സ്പോർട്സ് ജേർണലിസ്റ്റ് അസോസിയേഷനായ DSJയുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോയിൻമെൻറ്റ് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ രവികുമാർ ജായെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ CEOയും MDയുമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം LIC മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലും മഹാരാഷ്ട്ര ക്യാപിറ്റലുമായ മുംബൈയിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ എന്നറിയപ്പെടുന്ന വ്യക്തി, ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ, അതായത് സുപ്രീം ചീഫ് കമാൻഡർ ഓഫ് ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി എന്നെല്ലാം അറിയപ്പെടുന്ന നമ്മളുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മളുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ വിവിധ് കാ അമൃത് മഹോത്സവ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെ കൾച്ചർ വിളിച്ചോതുന്ന ഒരു മഹോത്സവമാണ് നമ്മളുടെ വിവിധ് കാ അമൃത് മഹോത്സവ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എന്നീ പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ എക്സാമിനേഷൻസിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എന്ന് പറയുന്ന കാറ്റഗറി. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ഇൻഡെക്സ് ആണ്, ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ്. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം നമ്മളുടെ വേൾഡ് ബാങ്ക് ഈ റിപ്പോർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 139 രാജ്യങ്ങളിൽ 38ാമത്തെ പൊസിഷനാണ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് 2 കാര്യങ്ങളുടെ കളക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേരാണ്. അതായത് ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ്,
IBRDയുടെയും ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ IDAയും കൂടി നമ്മൾ കളക്റ്റീവായി ഡിസ്കസ് ചെയ്യുന്ന ഒരു പേരാണ് ഈ വേൾഡ് ബാങ്ക് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. വേൾഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ വാഷിങ്ടൺ DC എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ വേൾഡ് ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് അജയ് ഭാംഗിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ പീപ്പിൾസ് ചോയ്സ് അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇത്തവണത്തെ വൈൽഡ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ പീപ്പിൾസ് ചോയ്സ് അവാർഡ് കിട്ടിയിരിക്കുന്നത് പോളാർ ബെയറിൻ്റെ ഒരു പിക്ചറിനാണ്. അതായത് നമ്മളുടെ പോളാർ ബെയർ ഐസ്ബർഗിൽ ഉറങ്ങുന്ന ഒരു പിക്ചറിനാണ് നമ്മൾ ഇത്തവണത്തെ അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഇതിന് പേരായിട്ട് അവർ നൽകിയിരിക്കുന്നത് ഐസ്ബഡ് എന്ന് പറയുന്ന ടൈറ്റിലാണ് ഈ പിക്ചറിന് അവർ നൽകിയിരിക്കുന്നത്. നമ്മളുടെ ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫറായ നിമയാണ് ഈ പിക്ചർ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഡൽഹി CM ആയ അരവിന്ദ് കെജ്രിവാൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് ഫ്രീ ബസ് ട്രാവൽ ലോഞ്ച് ചെയ്തു എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ഡൽഹി എന്ന് പറയുന്നത്. ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയിലെ 8 യൂണിയൻ ടെറിട്ടറികളിൽ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നെല്ലാം വിളിക്കുന്നത്. നമ്മൾ ഡൽഹിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു സ്റ്റേറ്റിൻ്റെ അധികാരമില്ലാത്ത ഒന്നിനെയാണ് നമ്മൾ ഡൽഹി എന്ന് വിളിക്കുന്നത്. ഈ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മളോട് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ആം ആദ്മി പാർട്ടിക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ പ്രകാരം ഇന്ത്യയിലെ ഒരു നാഷണൽ പാർട്ടിയാണ് നമ്മളുടെ ആം ആദ്മി പാർട്ടി എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് വിനയ് കുമാർ സക്സേനയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ നീരജ് ചോപ്രയെക്കുറിച്ചാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അത്ലറ്റിന് ഗോൾഡ് മെഡൽ കിട്ടുന്നത് ഒളിമ്പിക്സിൽ നമ്മളുടെ നീരജ് ചോപ്രയ്ക്കാണ്. നീരജ് ചോപ്ര ജാവലിൻ ത്രോ എന്ന് പറയുന്ന ഐറ്റത്തിലായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ കിട്ടിയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മെഡൽ വാങ്ങിക്കുന്നത് നീരജ് ചോപ്രയല്ല, അത് നമ്മളുടെ അഭിനവ് ബിന്ദ്രയാണ്. ചോദ്യത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഏത് അത്ലറ്റിനാണ് ഈ പറയുന്ന ആദ്യമായിട്ട് ഗോൾഡ് മെഡൽ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയ്ക്കാണ്. അഭിനവ് ബിന്ദ്ര ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ നീരജ് ചോപ്രയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ജാവലിൻ ത്രോ ഐറ്റത്തിൽ വേൾഡ് ചാമ്പ്യൻ കൂടിയാണ് നീരജ് ചോപ്ര എന്നുള്ള കാര്യം നമുക്കറിയാം. ടോപ്പ് ഓഫ് ദ യൂറോപ്പ് എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലാൻഡിലെ ജുങ്ഫ്രൂവിൽ വെച്ച് നമ്മളുടെ നീരജ് ചോപ്രയെ സ്വിറ്റ്സർലാൻഡ് ഹോണർ ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നീരജ് ചോപ്രയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. നമുക്ക് പ്രധാനമായിട്ടും എക്സാമിന് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബേൺ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്വിറ്റ്സർലാൻഡിൻ്റെ കറൻസി എന്ന് പറയുന്നത് സ്വിസ് ഫ്രാങ്ക് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 193 രാജ്യങ്ങൾ നമുക്കുണ്ട്. 193 രാജ്യങ്ങളുടെയും ക്യാപിറ്റലും ഈ പറയുന്ന കറൻസിയും പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രധാനമായും എക്സാംസ് ഫോക്കസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന രാജ്യങ്ങളുടെ ക്യാപിറ്റലുകളും കറൻസികളുമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ADB ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അവരുടെ പുതിയ ഡയറക്ടർ ഫോർ ഇന്ത്യ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മിയോ ഓക്കെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം നമ്മളുടെ ADB ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാസ ലോഞ്ച് ചെയ്ത സ്പേസ് മിഷനെ കുറിച്ചാണ്. നമ്മുടെ സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാൻ വേണ്ടി നാസ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് ഈ സ്പേസ് മിഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സ്ഥിരമായി എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് നാസയുടെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത്. നമുക്കറിയാം നാസ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ് നമ്മൾ നാസ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ നാസ എന്ന് പറയുന്ന സ്പേസ് ഏജൻസിയിൽ ഒരിക്കലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പേര് വരുന്നില്ല. അതായത് നാസയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ എയറോനോട്ടിക് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഓപ്ഷനുകളിൽ സ്ഥിരമായി കണ്ടുവരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പേര് കൂടി നൽകിയിട്ടുള്ള ഓപ്ഷനുകളാണ്.
പക്ഷെ ശ്രദ്ധിക്കുക, നാസയുടെ ഫുൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നാഷണൽ എയറോനോട്ടിക് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയ്ക്ക് നമ്മൾ നൽകിയിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നാസയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നാസ നിലവിൽ വരുന്നത് 1958 ജൂലൈ 29 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നാസയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റലായ വാഷിംഗ്ടൺ DC തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നാസയുടെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ബിൽ നെൽസൺ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റ് 2024 കുറിച്ചാണ്. നമുക്കറിയാം, ഇത്തവണ വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റ് 2024 നടക്കാൻ പോകുന്നത് ദുബായിലാണ്. 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് വരാൻ പോകുന്നത്. ഒന്ന് നമ്മളുടെ രാജ്യമായ ഇന്ത്യയും തുർക്കിയും ഖത്തറുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർദാസ് മോഡിയും നമ്മളുടെ തുർക്കിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തുർക്കിയുടെ പ്രസിഡൻ്റായ എർദോഗനും ഖത്തറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഖത്തറിൻ്റെ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജസീം അൽ താനിയും ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയുടെ ക്യാപിറ്റലായ അഗർത്തലയിൽ വെച്ച് നടക്കുന്ന ദിവ്യ കലാമേളയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഡിസേബിൾഡ് ആയ പേഴ്സണാലിറ്റീസിൻ്റെ ഉന്നമനത്തെ ലക്ഷ്യം വെച്ചാണ് ത്രിപുരയുടെ ക്യാപിറ്റലായ അഗർത്തലയിൽ വെച്ച് നമ്മൾ ദിവ്യ കലാമേള കൊണ്ടാടുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ത്രിപുര എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ്. ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തലയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ത്രിപുരയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മാണിക് സാഹയാണ്. മാണിക് സാഹ ഭാരതീയ ജനതാ പാർട്ടി BJP കാരനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ ത്രിപുരയുടെ ഗവർണർ എന്ന് പറയുന്നത് ഇന്ദ്രസേന റെഡ്ഡിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഹിന്ദു വനിത പാകിസ്ഥാൻ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. അവരുടെ പേര് എന്ന് പറയുന്നത് ഡോക്ടർ സവേര പ്രകാശ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പാകിസ്ഥാൻ്റെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പോലെ അത്ര സുതാര്യമായ ഇലക്ഷൻ അല്ല പാകിസ്ഥാനിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുൻ പ്രധാനമന്ത്രിമാരായ ഇമ്രാൻഖാനും മറ്റൊരു പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫും രണ്ടുപേരും വിജയം ഡിക്ലെയർ ചെയ്തു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, നമ്മളുടെ പാകിസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇസ്ലാമാബാദാണ്. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തിയേറ്റർ ഫെസ്റ്റിവലായ ഭാരത് രംഗ് മഹോത്സവിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്ത് കിടക്കുന്ന ഇന്ത്യയുടെ വെസ്റ്റേൺ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഗുജറാത്തിലാണ് ഈ ഭാരത് രംഗ് മഹോത്സവ് നടക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാന്ധിനഗറാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഭൂപേന്ദ്ര പട്ടാലാണ്. ഗുജറാത്തിൻ്റെ ഗവർണർ ആചാര്യ ദേവ്രത്ത് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. സംസ്ഥാനം രൂപീകരിച്ച അന്നു മുതൽ മദ്യനിരോധനമുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാർഖണ്ഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മൾ കണ്ടു, നമ്മളുടെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചെമ്പൈ സോറനെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ജാർഖണ്ഡ് മുക്തി മോർച്ചക്കാരനാണ് ഈ ചെമ്പൈ സോറൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റാഞ്ചിയാണ്. ജാർഖണ്ഡിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് CP രാധാകൃഷ്ണനാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു മരണ വാർത്തയാണ്. നമ്മളുടെ ചിലിയുടെ മുൻ പ്രസിഡൻ്റായ സെബാസ്റ്റ്യൻ പിനേര ചോപ്പർ അറ്റാക്കിൽ മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ അപകടത്തിൽ വെച്ചാണ് സെബാസ്റ്റ്യൻ പിനേര മരിക്കുന്നത്. നമുക്കറിയാം, ചിലിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സാൻഡിയോഗോ ആണ്. ചിലിയുടെ കറൻസി എന്ന് പറയുന്നത് ചിലിയൻ പെസോ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോഴത്തെ ചിലിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗബ്രിയൽ ബോറിക് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി എഡു ഗാർഡൻ്റെ കറണ്ട് അഫെയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു. ബൈ.